എന്താ നോക്കിക്കണേ വെൽക്കം ബാക്ക് ടു MS Gamer guys. നമ്മളെന്താ പറയാ നമ്മളെ ഗെയിം പ്ലേ ഗ്രാനി 3. കുറേ കാലമായി ഗൈസ് നമ്മൾ ഗ്രാനി 3യുടെ ഗെയിം പ്ലേ ആയിട്ട് വന്നിട്ട് നമ്മളിന്ന് ഗൈസ് നൈറ്റ്മെയർ മോഡാണ് ഗൈസ് കളിക്കാൻ പോകുന്നത് ഗൈസ്. ചോരയിൽ കുളിച്ച വീട്ടിൽ നിന്നും ഇന്ന് നമ്മൾ എസ്കേപ്പ് ആകാൻ പോകുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്. അവിടെ ട്രെയിൻ ഉണ്ട്, അപ്പാപ്പനുണ്ട്, അമ്മച്ചിണ്ട്, 3 പേര് 3 vs 1. ആര് ജയിക്കും? ഓഫ് കോഴ്സ് നമ്മളായിരിക്കും. ഇതൊക്കെ നമ്മളാണ് കളിക്കണത്. അല്ല പിന്നെ ഇതൊക്കെ നമുക്ക് എത്ര കണ്ടിട്ടുണ്ട്. ഈ ഗ്രാനി അല്ല, ഗ്രാൻഡ്പയും ബോബ് ബക്ക് ഇവരൊക്കെ ചേർന്ന് ട്വിൻസിൽ എസ്കേപ്പായി. അത്രേ ഉള്ളൂ. നമ്മൾ ഗൈസ് ഇത് ഇൻട്രോ തുടങ്ങി. ഈ ഇൻട്രോ മടുത്തു, സ്കിപ്പ് ചെയ്താലോ? കണ്ടോ വെച്ചാ ഇത് പുതിയ വീഡിയോ കാണാൻ ചോരയിൽ കുളിച്ചതാണെങ്കിലും അപ്പാപ്പന് ഇതെന്തതേ നമ്മള് എവിടെ എത്തി? ചൊവ്വയിലാണ് ഗൈസ്. നമ്മളിപ്പോൾ ചൊവ്വയിലാണ് നിൽക്കുന്നത് ഗൈസ്. മാർസിൽ നിൽക്കുന്ന വീടാണ്. കാരണം മാർസ് എന്ന് പറഞ്ഞ ഗ്രഹം മൊത്തം ചുവന്ന കളറായതുകൊണ്ട് നമ്മൾ മാർസ് എന്ന് പറഞ്ഞ ഗ്രഹത്തിലാണ് നിൽക്കുന്നത്. ഇതേ ഗ്രാനിയുടെ പണ്ടത്തെ പൊട്ട കാറ്. ഈ കാറും മനസ്സിന് ഈറോട്ടിപ്പിക്കണ കാറാണ്. പക്ഷെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകും ഗൈസ്. അടിക്കില്ലേ ഗ്രാനി 1 നമ്മൾ വന്നു. ആ പ്ലാനൊക്കെ മേലെ പോയി. ഇനി ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ പറ്റൂല. ടഫായി ഗൈസ്. ഇവനക്ക് ഇത് പറ്റും ഗൈസ്. നമ്മളെന്തിനാണ് ഞാൻ അതല്ല കളിക്കുന്നത് ഗൈസ്. ഈ കളിക്കണാണ്, ഈ ക്യാരക്ടറത്തിനാണ് ഡയറക്റ്റ് ഇരാനിൻ്റെ വീട്ടിൽ പോയി കിടക്കുന്നതെന്ന്. വെൽക്കം സർപ്രൈസ്. കിട്ടി പടവലകം കിട്ടിയല്ലോ. ഡേ 1. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടായിരിക്കുന്നു ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത്ര വലിയ പ്രശ്നമൊന്നും, പക്ഷെ ചെറിയൊരു പ്രശ്നമാണ്. കാരണം ഇതിൽ നമ്മൾ ഒരു ഇതുണ്ട് ഗൈസ്. എന്താ പറയുന്നേ? അപ്പം എന്താ പറഞ്ഞു? ഇതുണ്ട് ഗൈസ്. എലി റാറ്റ് അല്ലെങ്കിൽ മൗസ്. ഈ രണ്ടിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും റോബോട്ടെ അത് സൗണ്ട് ഉണ്ടാക്കൂ. ഓക്കെ. ഇനി നേരെ പോയി നമ്മളുടെ പരിപാടിനെ ഇതിനുള്ള പരിപാടിനെ കുറേ കളിച്ചിട്ട് ഗ്രാനി 3 ഒട്ടും ഓർമ്മ ഉണ്ടല്ലോ ഗൈസ്. ഞാനെല്ലാം മറന്നുപോയി ഗൈസ്. നമ്മൾ കുറേ ദിവസം മുമ്പാണ് ഗൈസ് ഗ്രാനി 3 കളിച്ചത്. അന്നൊക്കെ എങ്ങനെയൊക്കെയാണ് കളിച്ചത്. ചുമ്മാ വെറുതെ ഞാൻ ആക്കിയതാണ്. ഓക്കെ, ഇവന്മാർ ഇനി പോട്ടെ. ഇവന്മാർ പോകുന്നത് വരെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു നടക്കാം. അതേ ഗ്രാനി പോയി. എനിക്ക് ഇളവനും കൂടി പോയിരുന്നെങ്കിൽ പൊളിക്കേനു. ഗൈസ് ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ ഗൈസ്. ഇതാണ് ഞാൻ ഈ ഗെയിം കളിച്ചാലുള്ള കുഴപ്പം ഗൈസ്. ഇവിടെ നിന്ന് ഇതാക്കാൻ വേണ്ടി ഗൈസ് ഒരാൾ മാത്രമേ വരുള്ളൂ. ഇപ്പോഴാണ് ഗ്രാൻഡ് വന്നത് ഗൈസ്. ഇതാണ് ഇവന്മാരെ കുഴപ്പം ഗൈസ്. എനിക്ക് ഈ കാര്യം എങ്ങനെയാണെന്നാണ് മനസ്സിലായത്. ഇതിന് ഗ്രാൻഡ് തൊട കൊടുക്കണേ. രണ്ടാളും മുകളിൽ പോയിട്ട് വേണം കൂടി കളിച്ചെടുക്കാൻ. ഇതിലെ എലിയില്ലേ കടിച്ചാൽ കൂണുന്നോ ആൾ പോയിട്ട് നമുക്ക് കാണുന്നില്ല മുന്നേ സാധനം. ദേ പോണോ പൊട്ടി. ഇവനെ ഞാൻ എടുത്തോളാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി സൗണ്ട് ഉണ്ടാക്കാം. ഇനി രണ്ടാളും വരും. ഓക്കെ, ഈ സൗണ്ട് ഇട്ടാലാണ് അപ്പാപ്പം വരാം. ഇങ്ങനെ തിരിക്കുന്ന സൗണ്ട് ഇട്ടാലും ഒന്നും അപ്പാപ്പം വരില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം നടക്കുന്നത്. ഇനി എന്തായാലും ഗ്രാൻഡ് വരും, അമ്മച്ചിയും വരും. ഓക്കെ, സെറ്റ്. ഈ അപ്പാപ്പൻ്റെ കയ്യിൽ ഡബിൾ ബെറി ഗണ്ണാണ് ഗൈസ്.
അത് മാറ്റി കെയിനൊന്നും ആക്കാൻ പറ്റില്ല. ഇത് റിവാമ്പൊന്നല്ല. ഓക്കെ കിളവൻ പോയി. അമ്മച്ചി എന്തായാലും പോകും. കാരണം അമ്മച്ചിക്ക് കിളവൻ്റെ മാതിരി ഫുൾ ടൈം ഇങ്ങനെ ഉറങ്ങലൊന്നുമില്ല. അത് അമ്മച്ചിൻ്റെ പരിപാടിയല്ല, ഇത് അപ്പാപ്പൻ്റെ പരിപാടിയാണ്. ഓക്കെ ബായ് ഗൈസ്. കുറച്ച് ടഫാണ് ഗൈസ്. കാരണം അപ്പാപ്പന് ഇവിടെ എത്തുമ്പോഴത്തേന് നാളെ ആവും. കാരണം പുള്ളി ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഞൊഴിഞ്ഞ് നടന്നു തരാനല്ലാതെ അയാൾക്കത്ത്. ഓക്കെ ഇതാ ഞാൻ പറഞ്ഞതേ, ഇതൊക്കെയല്ലേ തിളച്ച് വരും. ആണ് ഇവിടുത്തെ കുഴപ്പം. ഇപ്പം എനിക്ക് ലെസ്കോ ഗൈസ്. ഇനി വേന്മാർ വരാൻ മോളിച്ച് പേടിക്കും. ഓക്കെ അതെ ലോപ്പിക്ക് ഗൈസ്. സ്ഥിരം പരിപാടി തന്നെ. അയ്യോ അങ്ങോട്ട് പോലെ ഇവിടെ എന്നാലും നമ്മളെ തൊടാൻ കിട്ടില്ല. കാരണം നമ്മൾ നല്ല സ്പീഡിൽ ഓടുന്നതാണ്. കല്ലിന് നല്ല ക്ഷാമുള്ള സ്ഥലമാണ്, പഠിക്കണ്ട. ഇവിടെ കല്ല് തന്നെ ഉണ്ടാവില്ല. ഓക്കെ ഒരു കല്ലുണ്ട്, ഒരു കല്ലിട്ടി കഴിച്ചു. സാധാരണ നമ്മളെ വീട്ടിലൊക്കെ കല്ലൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടാവും. കല്ലില്ലെങ്കിലും മണ്ണിൻ്റെ ചെറിയ കുറച്ച് കട്ടിയുള്ളതെങ്കിലും ഉണ്ടാവില്ല. ഇത് കണ്ട കല്ലൊക്കെ മച്ചാണ്. അയ്യോ അയ്യേ കൊണ്ടില്ല. അയ്യോ കണ്ണൂടാ ഇതൊക്കെ. ഇതൊക്കെ കണ്ണൂടാ സത്യം പറയണേ. അയ്യോ എലി കടിച്ച് പണി പോയി. അയ്യേ ഉള്ളില്ലാത്ത ചവൻ ഓടാ. വട്ടം നാരങ്ങ ചുറ്റിച്ചെന്നാലും കിളവനില്ലാന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അയ്യോ ഉള്ളില്ലാത്ത മുട്ട തലയൻ പട്ടണം ഇവനെ. ഓയ്സ് ഒരു കല്ലുണ്ട് അവിടെ. വാവ് നൈസ്. കൊഴുപ്പ് ചാടരുത്, സൂക്ഷിച്ച് മച്ചാനെ. അമ്മമാരവിടെ എന്താ? രണ്ട് കല്ല് മതി ആക്ച്വലി. വാ കണ്ട് ഗ്രാനിക്കൊണ്ടില്ല. വാ നമ്മളോടെ കളിക്കുന്ന കിളവാ. ഞാനിനെ കൊന്നാൽ നമ്മളെ കൊല്ലാൻ കഴിയൂല കിളവാ തനിക്കൊന്നും. കാരണം നമ്മള് വേറെ ലെവലാണേ. ഓൻ്റെ ലൊട്ട ഇത് എത്ര ഇട്ടം വെടിവെച്ച് പക്ഷെ ഒത്തും പോലും കൊണ്ടില്ല. വാ എങ്ങനെ കൂടി വരുന്നേ? കമോൺ നമ്മളൊന്നും ചെയ്യൂല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് സ്ലിംഗ് ഷോട്ട് ഇട്ട് ഒറ്റ വീക്കായിട്ട് തരും, അത്രേ ഉള്ളൂ. അതൊന്നും വലിയ വേനുണ്ടാവാത്ത സാധനമാണ്. കിളവാ ഇയാളെ എവിടെ കളിക്കാ? ഡയറക്റ്റ് അടിക്കുക. നമ്മളെത്തിനാ അയാളെ കാത്തുക്കണം. അയാൾ നമ്മളെ അടുത്ത് വരുന്നില്ല. എന്നാൽ നമുക്ക് ആ ഡയറക്റ്റ് കൊണ്ട് കയറി പോവാം. അല്ല പിന്നെ അടുക്കള വശം നേരെ കയറി. ഈ എലി ഭയങ്കര ശല്യം കേട്ടോ. ഓക്കെ പ്ലാങ്കിലെ മേലെ കിടക്കണേ അമ്പട ഫുൾ. അങ്ങോട്ടാ പോണേ. ഷോട്ട്ഗൺ ഒരു കാരണം. ഓക്കെ 2 ബുള്ളറ്റ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് നേരെ കിടക്കട്ടെ. അത് സ്ലിംഗ് ഷോട്ട് പോരട്ടെ. ക്രോബാർ ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ നേരെ ക്രോബാർ ഇടുക. നമുക്ക് പ്ലാങ്കിൻ്റെ ഒന്നും ആവശ്യം, നമുക്ക് ക്രോബാർ മാത്രം മതി ഗൈസ്. അല്ല പിന്നെ ക്രോബാർക്ക് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് ഓക്കെ. ക്രോബാർ എടുക്കൂ.
വാ 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 വാ, ഇതന്നെ നമുക്ക് വേണ്ട സാധനം. ദിസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് ഷോട്ട് എടുക്കാറ്റേ അതിലാട്ടെ എല്ലാവരും എടുക്കാൻ ശരിയാളൊക്കെ അപ്പോഴത്തെ സ്ഥലത്തൊക്കെ ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ ശല്യം. ഞാൻ സത്യത്തിൽ പറയാം, ഷോട്ട് കാണല്ലോ ഈ കിളവ്. അതറിയാം, കിളവേദിന് ബുദ്ധിയൊന്നുമില്ല. അതൊക്കെയാണ് കിളവിയെ പൊതിനെ എണീച്ചോ. പക്ഷെ കിളവി ഷോട്ട് എടുക്കൂലല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിളവിനെ കെട്ടാതെ നല്ലത്. കിളവി ഉണ്ടോ പൊതുവായിരുന്നു ഒട്ടത്തി. എനിക്ക് തോന്നുന്നു ഇളവി എലിൻ്റെ സൗണ്ട് ഇട്ട് വന്നതാ. ഓ കല്ല് കല്ലേ കല്ല് കല്ല് കല്ലേ. ഈ രണ്ടരനെ ഭയങ്കര ശല്യമാണ്. ചെടിയാണെങ്കിൽ എൻ്റെ കയ്യിലും ഇല്ല താനോ. ഓക്കെ. ഓ എന്നെ ഇലക്ട്രിസിറ്റി ആവശ്യമില്ല സാധനം എന്തായാലും ഇതേ ഗ്രാനി അവിടെ കിടും പൊട്ടത്തി. ലോകം കണ്ടെത്തി ലോകം കണ്ടെത്തി ലോകം കണ്ടെത്തി. ലോകം സ്മോണാവുന്ന സമയമാവട്ടെ, എന്നിട്ട് നമുക്ക് ഗ്രാനിയെ തട്ടാം. അതാണ് ഗൈസ് ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള നേട്ടം. കാരണം ഗൈസ് ഇത് കണ്ട പോണ് കാണൂല, കണ്ട ഗ്രാനിക്ക് ബുദ്ധിയ്യ. കണ്ടാൽ മനസ്സിലാക്കാം. ചെയിൻ കട്ട് എന്നാലും കേബിൾ ഇതിൻ്റെ മേലുണ്ട് ഗൈസ്. ഓക്കെ സെറ്റ്. ജനറേറ്റർ കേബിൾ ഇതിൻ്റെ മേലുണ്ട്. ഫ്യൂസും ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. പേടിക്കേണ്ട ആവശ്യമില്ല. പേടിയാ ഞമ്മക്ക. അത് പള്ളി പോയി വരാൻ ഞാൻ കയ്യിലിരുന്നത് കൊണ്ടുവന്ന് ആവശ്യമുണ്ട്. കിളവ് നീച്ചിട്ടുണ്ടാവണം. 2.5 മിനിറ്റ്. ഇളവനാദ്യം ഇങ്ങോട്ട് കൊന്നു. അപ്പോൾ ഒരു അരമിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു അര മിനിറ്റ് എടുത്തു. അരമിനിറ്റൊക്കെ മിനിറ്റ് തന്നെയല്ലേ പറയണേ. അര മിനിറ്റ്. ഞാൻ കാറിൻ്റെ അവിടെ ഒളിച്ചിട്ടാ. ഗ്രാനി നമ്മളെ കാണില്ല. കണ്ട കാറിൻ്റെ അവിടെ ഒളിച്ചിട്ടു. ഇത്രയ്ക്ക് സമയമില്ല. അപ്പോൾ ഗ്രാൻഡ് നിൽക്കുന്നുണ്ട്. അര മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ കഴിഞ്ഞിരിക്കണം കൈസ്. അര മിനിറ്റൊക്കെ എപ്പോഴോ കഴിഞ്ഞു. ആ പറഞ്ഞില്ലേ ചോർഗണിൻ്റെ ബുള്ളറ്റ് വെക്കണം. ആണ് നമ്മൾ അടുത്ത ടാർഗറ്റ്. ഈ ശരിക്കും എല്ലാ സാധനങ്ങളും കിട്ടി ആക്ച്വലി. ഇപ്പം തന്നെ ഒരു ബുള്ളറ്റ് മതി കാരണം ഇത് അയ്യോ ജനറേറ്റർ കേബിള് ഇത് നേരെ പോയി വെച്ചേക്കാം. നെറ്റിങ്ങൾ സ്പോണാകുമ്പോൾ നമുക്ക് വെക്കണം. അയ്യോ ഇതാ പൊട്ടി. അത് സെറ്റാക്കുമ്പോൾ നമുക്ക് നേരത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഓക്കെ വെക്ക് പെട്ടെന്ന് മത്തു. ഇനി നമുക്ക് നേരെ മേലെ പോകാം. നേരെ പിച്ച് പിടിക്കുക മേലേക്ക്. അത്രേ ഉള്ളൂ. ഫ്യൂസ് ആയിട്ട് പോകണം, എന്നാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ മുഞ്ചു. എടുത്തെടുത്തെടുത്തോ ഇപ്പോൾ എടുത്ത് കഴിഞ്ഞു. ഓ ഇത് ലോക്കിക്കേറ്റ് തുറക്കണം. എന്താ അവസ്ഥയാണ് കഴിച്ചിട്ട്. ഇതൊന്നും ആരൊക്കെ ലോക്കിക്കേറ്റ് ഇങ്ങനെ തുറക്കണം എന്ന് പറയുന്നത്. വീട്ടിൽ തുറന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമുക്കൊരു മറ്റേ ഇതും കൂടി സെറ്റാക്കിയാൽ മതി. അടി പൈപ്പ് നോക്കാൻ നിൽക്കാം. കളിക്കണം. മുട്ടേൻ്റെ ഗണ്ണാണ്. എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അതാണ് കുഴപ്പം. എന്നിട്ട് പോരട്ടെ. സാധനം കിട്ടി. ഡിസ്കോ ഓക്കെ പീസ്. കുറേ മുമ്പ് കഴിച്ചതാണ് കേസ്. പോകാൻ എന്തായാലും അടുക്കളയിൽ കൊണ്ടുവരാം. ഗണ്ണെന്തായാലും നമ്മളെ കയ്യിലുണ്ട്. ഇതെന്തായാലും ഇവിടെ എടുക്കട്ടെ. ഇവിടെ ആവശ്യമാണ്. ഷോഗണിൻ്റെ ബുള്ളറ്റ് പട്ടിയിൽ സെറ്റ് ബുള്ളറ്റ് അവിടെ ഉണ്ടാവും. ലെഫ്റ്റ് സെറ്റ്
ഫയർ റൂട്ടൊക്കെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. പിന്നെ കാക്കേനെ തട്ടാൻ നമുക്കൊരു ഗണ്ണുണ്ട്, വിളിക്കേണ്ട. ഓക്കെ, നമുക്ക് തന്നെ ഗ്രാനിയെ വിളിച്ചെത്താം. പിന്നെ ഗ്രാനി ഇപ്രാവശ്യം ഗ്രാനി സ്പോണായാൽ ഭയങ്കര വിഷയം ഉണ്ടോ? ആ ഗ്രാനി കമോൺ കമോൺ, വേഗം വാ വേഗം വാ വേഗം വാ വേഗം വാ വേഗം വാ. സെറ്റ് സെറ്റ് സെറ്റ്. നെക്സ്റ്റ് പേഷ്യൻറ്റ് ആ നെക്സ്റ്റ് പേഷ്യൻറ്റ് ഒറ്റടിക്കാനോട് അടിച്ചിട്ട് എത്ര ഉള്ളൂ അമ്മാരിക്കും. ഞങ്ങൾ ഇവിടെ നിന്ന് ഗണ്ണേറ്റ് പോവാം. കിളവൻ്റെ കയ്യിൽ ഗണ്ണ് വേണ്ട, നമുക്ക് ഗണ്ണേറ്റ് അത്രേ ഉള്ളൂ. അല്ലേ ഗണ്ണൊന്നും അയാൾക്ക് ഗണ്ണ് ആവശ്യമാണ്. കാരണം ലൊട്ട അയാൾക്ക് ഇത്തിരി ഗണ്ണ്, കാരണം നമ്മളല്ലേ ഇല്ലല്ലോ അതിനേക്കാളും ഇത് ലിഫ്റ്റാണെന്ന് ഞാൻ ചോദിച്ചു. കാരണം മാരിൽ വരാമെന്ന് ചോദിച്ചില്ലേ അവിടെ നമ്മൾ മേലൊക്കെ പോയിക്കൊണ്ട് വെക്കാണ്. ഇത് ലിഫ്റ്റ് ഗ്രാനി 3 ലിഫ്റ്റ് ഇതിനേക്കാൾ കിടില്ല. അയ്യോ ഇന്നത്തല്ലേ, സോറി ചെടിൻ്റെ അയ്യോ. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇനി ഇവിടെ നിന്ന് ഞാൻ നേരെ ഇങ്ങോട്ട് ചാട്ടം. ഓക്കെ ലെറ്റ്സ് ഗോ. എത്തി. ഓക്കെ, ബ്രിഡ്ജ് ക്രാങ്ക് വെച്ച് തിരിച്ചതിന് ശേഷം ഗ്രാൻഡ്പൻ്റെ ഗണ്ണായിട്ട് ഒരു പോക്കുണ്ട് കഴിച്ചു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. എടുക്കൂ. ഒരൊറ്റ ബുള്ളറ്റും ഇല്ല. കുഴപ്പമില്ല, നമുക്ക് 2 ബുള്ളറ്റ് ആയിട്ട് പോകാം, പേടില്ല നമുക്ക്. നമുക്ക് ഗണ്ണ് തികയാൻ ആവശ്യമില്ല. 2 ബുള്ളറ്റിൻ്റെ ഒന്ന് കാറിൻ്റെ അവിടെ ഉണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. പേടിക്കേണ്ട ആവശ്യമില്ല. എസ്കേപ്പ് ആയി ആക്ച്വലി. ഞാൻ പക്ഷേ ഒരു ഫണ്ണിന് വേണ്ടിയാണ് കഴിച്ചത്. ഞാൻ ഗണ്ണിൽ 2 ബുള്ളറ്റ് നിറച്ച് പോകണം. ഒരു രസമല്ലേ പക്ഷേ. പ്ലീസ് കുറച്ച് വെടിയപ്പ് എത്തി. എന്താ നോക്കിക്കണേ. നൈറ്റ് മോഡ് ഇട്ട് തീർക്കു അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ട്രെയിനെ ഗ്രാൻഡ്പാ അടുത്തിട്ടാ ട്രെയിനും വെച്ചാണ് ഞാൻ പോണത്. സെറ്റ് ദി എൻഡ്.